ഞായറാഴ്ച ഉണ്ണിയാവും. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവൻ വിളിച്ചിരുന്നു. 7 ദിവസത്തെ ദുബായ് ജീവിതം നീ ചീർത്ത് പന്നി. തീറ്റിയും കുടിയും സവാരി കിരികിരിയും കുളിയും തന്നെ ഒന്നും ഇല്ല മോനെ. ഒരു റഷ്യ മണം. റഷ്യയൊക്കെ ഔട്ട്. ഇപ്പൊ ലെബനീസ് ലൈനാ. അന്യായം അണ്ണാ, അന്യായം. ഈ അപരാധിച്ച കഥ നിർത്തിയിട്ട് പോയ കാര്യം എന്താന്ന് വെച്ചാ പറ. അത് പാണാശ്ശേരി നമ്പി. മണിയമ്പര പുരുഷോത്തമൻ കോല് വെച്ചു. കോൺട്രാക്ട് അവൻ പോക്കറ്റിലാക്കി. പുരുഷോത്തമൻ അറബിയും കൂടെ ഡിങ് ഡിങ്. പിമ്പ് ചന്ദ്രദാസൻ. നമ്മൾ ഇറക്കിയ ഇൻഷ്യൽ മണി 10 ലക്ഷം രൂപ ഗോൺ. ഈ പുരുഷോത്തമനൊന്ന് സ്റ്റാൻഡിൽ പിടിക്കേണ്ടി വരും. അവന്റെ ചുക്കാമണി ചെത്തി ഞാൻ കാക്കയ്ക്കെറിഞ്ഞു കൊടുക്കും. വരട്ടെ. മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ 50 ലക്ഷം കൈ വന്നപ്പോ നമ്മുടെ 10 ലക്ഷം ഞാൻ പിടിച്ചേനെ. ഗവർണറുടെ കേസ്. രണ്ടുണ്ണിയോ? ആരടാ അത്? ഞാനാടാ. അളിയോ വാ 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 വാ. ഏത് വകുപ്പിലാടാ ചെറ്റ ഞാൻ നിനക്ക് അളിയനാവുന്നത്? എന്റെ പെങ്ങളെ ഞാൻ നിനക്ക് കെട്ടിച്ചേരാവടാ. അയ്യോ, എനിക്ക് സ്വന്തം പെങ്ങളില്ലല്ലോ. അപ്പൊ ഞാൻ പാലക്കാട് ചുങ്കത്തുള്ള ശാരദയായിട്ടതില്ലടാ ചുറ്റിക്കളി. അവരുടെ മൂത്ത മൗലടാ കനകറാണി. ഈയുടെ റൂട്ടിലിറങ്ങിയ പുതിയ പീസ്. അവളെ ഞാൻ സ്വന്തം പെങ്ങളെ പോലെ വിചാരിച്ച് എന്നൊക്കെ കെട്ടിച്ചേരാടാ. അപ്പൊ നീ എനിക്ക് അളിയനായില്ലടാ ചെറ്റ കുഞ്ഞിരാമോ. രാജേന്ദ്ര, താൻ പോയ വെറുതെ വഴക്കുണ്ടാക്കാതെ. എടാ കാർത്തികേയ, കയ്യൂക്കിന്റെ ഭാഷ നിനക്കേ വശമുള്ളൂ. നീ ധരിക്കരുത്. നിന്റെ അച്ഛൻ സമ്പാദിച്ചിട്ട വകയല്ല നീ ഹോസ്പിറ്റലിൽ കയറി തല്ലി തകർത്തത്. ഈ കൈയിന്റെ എല്ലാരും 4 പീസാക്കിയ പിന്നെ നീ ഒരുത്തന്റെ മുമ്പിൽ പൊക്കില്ലത്.